സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് മനോഹരമാകുന്നത്. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺമുൻപിൽ എത്തുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ്. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ. ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ. ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ. വിജയിച്ചവരോട് സൗഹൃദം സ്ഥാപിക്കുകയും അവരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുകയും ചെയ്യുക. എങ്കിൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരും. നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയണമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരും, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവം അവർക്കുണ്ടാകണം. സന്തോഷം തേടി മറ്റുള്ളവരുടെ പിറകെ പോയി സ്വയം വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള സങ്കടവും സഹിച്ച് തനിയെ നടക്കുന്നതാണ്. സ്വന്തം ആഗ്രഹങ്ങൾ കാറ്റിൽ പറത്തി കുടുംബത്തിനു വേണ്ടി ജീവിച്ചിട്ടുള്ളവർക്ക് ചിരിച്ചുകൊണ്ട് കണ്ണീർ മറക്കാൻ പറ്റും. മനസ്സിന് ഇഷ്ടപ്പെട്ടവരെ ചിലപ്പോൾ കാണാതെയും മിണ്ടാതെയും ഇരിക്കാൻ പറ്റും. പക്ഷെ ഓർമ്മിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്താണെന്ന് അറിയാതെ ഒരിക്കലും ആരിലേക്കും ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുക. കാരണം അവർക്ക് നമ്മൾ ഒരുപക്ഷെ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാകാം. നിങ്ങൾ കേൾക്കുന്ന എല്ലാ കഥകളും വിശ്വസിക്കരുത്. ഏതൊരു കഥയ്ക്കും 3 വശങ്ങളുണ്ട്. 1 അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ, 2 നിങ്ങളുടെ കഥ, 3 യഥാർത്ഥ സത്യം. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങണം, സ്വയം തീരുമാനിച്ചു തുടങ്ങണം. ജീവിതം അതിലോലമായതാണ്. നിങ്ങൾക്കത് ഒരു തവണ മാത്രമേ ലഭിക്കൂ. അതിനാൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. വിധിയോ ഭാഗ്യമോ മാത്രമല്ല ഒരാളുടെ വിജയം നിർണയിക്കുന്നത്, മറിച്ച് അയാളുടെ കഠിനാധ്വാനം കൂടിയാണ്. കഠിനാധ്വാനം ഇല്ലാതെ വിജയിക്കണമെന്ന് വിശ്വസിക്കുന്നത് വ്യാമോഹം മാത്രമാണ്. ഒരു പുരുഷനെയും ഒരു പരിധി വിട്ട് സ്നേഹിക്കരുത്. കാരണം അവരുടെ ചെറിയ തെറ്റുകൾ പോലും നമ്മെ വേദനിപ്പിക്കും. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല. അതിനായി ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക. നമ്മുടെ ഇന്നലകൾ കഴിഞ്ഞു പോയതാണ്. നാളെകൾ എന്താണെന്ന് അറിയില്ല. ഇന്നിൽ ജീവിക്കുക, സ്നേഹം കണ്ടെത്തുക, സമാധാനം കണ്ടെത്തുക. നേരെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ എവിടെയും എത്തില്ല. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം. അപ്പോഴേ ലക്ഷ്യസ്ഥാനത്തിന് അർത്ഥമുണ്ടാകൂ. എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ജീവിതം സുഗമമാകില്ല. പ്രതികൂല സാഹചര്യത്തിലൂടെ സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനാകൂ. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്. കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണം എന്നു മാത്രം. സ്നേഹിക്കുന്നവരെ എല്ലാം നമ്മളെ അതുപോലെ തിരിച്ചു സ്നേഹിക്കും എന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നത്. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും. ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ്, മറ്റാരെയുമല്ല. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ, മറക്കാൻ കഴിയില്ല. ആത്മവിശ്വാസമാണ് പ്രധാനം.